ശ്രീ പ്രകാശ് മാസ്റ്റർ, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ ആരോപണം അങ്ങ് കേട്ടുവല്ലോ. അതുപോലെ കള്ളനാക്കാനുള്ള ശ്രമം സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണോ? ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും അവർ നയിക്കുന്ന UDFും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഏതെല്ലാം മേഖലക്കകത്ത് ഈ കഴിഞ്ഞ 9 വർഷക്കാലം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ ആ മേഖലകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് ആ മേഖലയാകെ തന്നെ ആകെ തകർന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കൂടി മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലക്കകത്ത് ഈ കഴിഞ്ഞ 9 വർഷക്കാലം ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം രാജ്യത്തിലാകെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് ആഗോള അംഗീകാരം എന്നുള്ള നിലക്ക് വിക്ടോറിയൻ പാർലമെൻറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിനെ ഈ വർഷം ആദരിച്ചത്. RCCക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമാണ് 2024 ലഭിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ഇന്ത്യയിലെ സംസ്ഥാനമായിട്ട് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. നേരത്തെ 50,000-ൽ താഴെ മാത്രം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് 50,000-ൽ താഴെ മാത്രം സൗജന്യ ചികിത്സ കൊടുത്ത സ്ഥാനത്ത് ഇവിടെ 6 ലക്ഷം ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുത്ത ഒരു നിലയിലേക്ക് ഈ കേരളം വികസിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സാധാരണക്കാർക്ക് ആശ്രയിക്കാനാവുന്ന ഒന്നായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രികൾ തൊട്ട് മേലോട്ട് എല്ലാ മേഖലക്കകത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയുണ്ട്. കേരളത്തിലുള്ള കുടുംബാരോഗ്യ താഴെയുള്ള ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ, നേരത്തെ ഉള്ളതിൻ്റെ 10 ഇരട്ടിയിലേറെ ഈ കേരളത്തിലെ പൊതുമേഖല ആശുപത്രികളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ചിത്രം. ഇപ്പോൾ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയേറെ ആളുകളാണ് ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് മുന്നോട്ടേക്ക് വരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സമിതിയുടെ റിപ്പോർട്ടിനകത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്ന സമിതി റിപ്പോർട്ട് പരിശോധിച്ചാൽ അവിടെ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം, 2024 ഈ സ്ഥാപനത്തിൽ 57,116 OP പേഷ്യൻസ് ഉണ്ടായിരുന്നു. 2,482 IP പേഷ്യൻ്റ് ഉണ്ട്. 1,821 മേജർ സർജറികൾ നടന്നിരിക്കുന്നു 24-ൽ. 1,077 മൈനർ സർജറികൾ നടന്നിരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ മാത്രമായിട്ട് 2.5 കോടിയുടെ ഉപകരണമാണ് ഒരു വർഷം ഈ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 24-25 വർഷം മാത്രം 67 ലക്ഷം രൂപയുടെ ഉപകരണം ഈ ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് നമ്മൾ അങ്ങയുടെ ഭാഷയിലും സർക്കാരിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ഭാഷയിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാ നേട്ടങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടുള്ളതിനാൽ അങ്ങ് ഇപ്പോൾ എണ്ണി പറഞ്ഞ പൊന്തൂവലുകൾ ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നു. ഇനി അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഡോക്ടറെ കള്ളനാക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. അതായത് ഈ യൂറോളജി വിഭാഗത്തിലെ ഒരു ഉപകരണം കാണാതെ പോയിരിക്കുന്നു എന്ന ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഡോക്ടർ അവിടെ ചാർജ് എടുക്കുന്നതിന് മുൻപേ നഷ്ടപ്പെട്ടതാണ് എന്നുള്ളതാണ്. 1 വർഷമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അവിടെ സ്ഥാനമേറ്റെടുത്തിട്ട് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ, ഈ പരിമിതികളിലും അദ്ദേഹം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അടക്കം നടത്തിയ പ്രതികരണങ്ങളിലും നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ഉപകരണം കാണാതെ പോയി എന്ന് പറയപ്പെടുകയും ഇന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ആ കാര്യം എടുത്തു പറയുകയും ചെയ്യുന്ന സാഹചര്യം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും. അദ്ദേഹം കഠിനാധ്വാനിയാണ്, അദ്ദേഹം സൽസ്വഭാവിയാണ്, അദ്ദേഹത്തോളം മികച്ച ആരുമില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്നതായിരുന്നോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് അംഗീകരിക്കപ്പെട്ട 1960-ൽ അംഗീകരിക്കപ്പെട്ട കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് അനുസരിച്ച് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അധികൃതരുടെയോ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വ്യക്തമായ നിലക്കുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ ഈ പറയുന്ന കള്ളനാക്കി മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ റിപ്പോർട്ടിനകത്തുള്ള ഒരു ചെറിയ ഭാഗത്തെ അടർത്തി മാറ്റി സതീശൻ പറയുകയാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾ അതിൽ കൂട്ടുനിൽക്കുകയാണ്. ഇവിടെ അതിൽ അവസാന വാചകം എന്താ? ആ റിപ്പോർട്ടിനകത്തുള്ള അവസാന വാചകം, ഈവൻ ദോ the intention of Dr. Harris was good, the enquiry committee observes that there is violation of conduct which has to be discouraged. ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉന്നയിച്ച ആക്ഷേപം. ഇവിടെ അവിടെ എന്തെങ്കിലും
ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കാനായിരുന്നു കമ്മീഷൻ. ഒരു ഡോക്ടർ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതുപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് കേരളത്തിൽ നടത്തിയ ആരോഗ്യരംഗത്തെ സകല നേട്ടങ്ങളെയും നിരാകരിച്ച് ഇതാണ് കേരളത്തിലെ പൊതു ആരോഗ്യരംഗം, ആരോഗ്യരംഗമാകത്തിൻ്റെ വെന്റിലേറ്ററിലാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അദ്ദേഹം എത്ര നല്ല ഇൻറ്റൻഷനോട് പറഞ്ഞതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വഴി അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ താരടിച്ച് കാണിക്കാനാണ്. ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ഈ മേഖല സകല മുന്നേറ്റങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് പറയുന്നത് അതെങ്ങനെ അദ്ദേഹത്തെ കള്ളനാക്കുക എന്നുള്ള കാര്യമാവുക. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചാൽ അത് അന്വേഷണം നടത്തണ്ടേ? അന്വേഷണം നടത്താൻ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ CPM-കാരോ ഒന്നും അല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അങ്ങ് തന്നെയാണ് പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഉപകരണം കാണാതായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നില്ല ആ സമിതി എന്ന്. പക്ഷെ ആ സമിതി അതിന്റെ നിർദ്ദേശങ്ങളിലും കണ്ടെത്തലുകളിലും കൃത്യമായി എണ്ണമിട്ട് പറഞ്ഞു. ഇപ്പൊ അടർത്തി മാറ്റാനാണെങ്കിലും ആ റിപ്പോർട്ടിൽ അതുണ്ട്. അപ്പോൾ നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു കാര്യം പറയുകയും ആ കാര്യം തന്നെ ആരോഗ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്യുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അങ്ങിപ്പോൾ പറയുമ്പോൾ വളരെ വെള്ളം ചേർത്ത് അതിൽ എന്താണ് ഈ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിലും അത് ഉപയോഗപ്പെടുത്തി സർക്കാരിനെ അവമതിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഡോക്ടർക്ക് കിട്ടിയ മെമ്മോയിൽ പറയുന്നത് അങ്ങനെയല്ല. ഡോക്ടർക്ക് കിട്ടിയ മെമ്മോയിൽ പറയുന്നത് ഇക്കാര്യങ്ങളിലെ തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് ശ്രമിച്ചത് എന്ന് തന്നെയാണ്. അതായത് ഡോക്ടർ ശ്രമിച്ചു എന്നു തന്നെയാണ് ആ മെമ്മോയിൽ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള വെള്ളം ചേർക്കലുകൾ ഈ അത് കുറച്ചൊന്ന് ലൈറ്റാക്കി അതൊന്ന് ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ കാണേണ്ടി വരികയും ചെയ്യും. ശ്രീ വി വി രാജേഷ് ഇതില് ഒരു മിനിറ്റ്, ഏതെല്ലാം ചട്ടം ലംഘിച്ചെന്ന് കൃത്യമായി പറയുന്നുണ്ടെന്നേ. അതിന്റെ കൂടെ അങ്ങ് പറഞ്ഞല്ലോ ഇപ്പോ ഈ ഇതിന്റെ അവസാന വാചകത്തിൽ കൃത്യമായി പറയുന്നത് ഗുഡ് ഇന്റൻഷനോട് കൂടിയാണ് എന്നുള്ളത്. ഈ ഗുഡ് ഇന്റൻഷനെ കുറിച്ച് ഈ മെമ്മോയിൽ പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള സർക്കാരിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തേക്ക് വരാമായിരിക്കാവുന്ന റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വെള്ളം ചേർക്കലുണ്ടെങ്കിലും ഡോക്ടർക്ക് കൊടുത്തത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ശ്രീ വി വി രാജേഷ്, ഈ മെമ്മോ ഏറെക്കുറെ ഒരു കുറ്റപത്രമാണ്. ചേർത്ത് പിടിക്കേണ്ടവനാണ്, ഏറ്റവും കാര്യക്ഷമതയുള്ളവനാണ്, സത്യസന്ധനാണ്, കഠിനാധ്വാനിയാണ്, കാശ് വാങ്ങാത്തവരാണ് തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ നേരത്തെ കേട്ടിരുന്നു. പക്ഷേ അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമല്ല ഈ മെമ്മോയിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ചട്ടലംഘനം നടത്തി എന്ന് പറയുന്നുണ്ട് മെമ്മോയിൽ. പക്ഷേ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയാണ്. അതായത് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ FB പോസ്റ്റ് വന്ന ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ ഒരു ജനവികാരമുണ്ട്. വീണ ജോർജിനും LDF സർക്കാരിനുമെതിരെ ആരോഗ്യമേഖലയെ തകർക്കുന്ന, ആരോഗ്യമേഖലയെ ആർക്കൊക്കെയോ വേണ്ടി തകർക്കുന്ന LDF സർക്കാരിനും പ്രത്യേകിച്ച് വീണ ജോർജിൻ്റെ അവരുടെ പരിചയക്കുറവ്, അവരുടെ ധാർഷ്ട്യം, ഇതൊക്കെ കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ഏറ്റവും പ്രതീക്ഷയായിട്ടുള്ള പൊതു ആരോഗ്യരംഗം തകരാറാകുന്നതിനെതിരെയുള്ളൊരു വികാരമുണ്ട്. ആ വികാരം തണുപ്പിക്കാൻ വേണ്ടി ഹാരിസ് ചിറക്കലിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നാടകം അഭിനയിക്കുകയായിരുന്നു വീണ ജോർജും CPM എന്നുള്ള കാലത്ത് യാതൊരു സംശയവുമില്ല. ഇന്ന് വീണ ജോർജിൻ്റെ ബൈറ്റ് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇതാണ് വിഷയമെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് 2-3 തവണ കണ്ടു. ഈ ഇടക്കാലത്തൊന്നും ഇല്ലാത്ത ഒരു സംതൃപ്തി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുഖത്തുനിന്ന് കളിയാടുന്നത് കാണാൻ സാധിച്ചു. അതായത് കിട്ടിപ്പോയി, ഹാരിസ് ചിറക്കലിനെ ക്രൂശിക്കാൻ വേണ്ടി ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു ഉപകരണം നഷ്ടപ്പെട്ടു എന്നൊരു വരി ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ള സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള ആത്മവിശ്വാസത്തിലാണെന്ന് വീണ ജോർജ്. എന്ത് സംതൃപ്തി അവരുടെ മുഖത്ത്, ഒരാളിനെ ഇരയാക്കാൻ ഒരു വാക്ക് അതിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറിന് വീണ ജോർജും CPM സർക്കാർ, പിണറായി വിജയൻ സർക്കാരും കൊടുക്കുന്ന വാർണിംഗ് അല്ല, മറിച്ച് കേരളത്തിൽ സത്യസന്ധമായിട്ട് ഇടപെടുന്ന, സത്യസന്ധമായി ജോലിയെടുക്കുന്ന നിരവധി നൂറുകണക്കിന് ഡോക്ടർമാർ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ വിങ്ങുന്ന മനസ്സോടെയാണ് ജോലി ചെയ്യുന്നത്. ഈ CPM നേതാക്കന്മാരുടെയും ഈ ഗവൺമെൻറ്റെയും പിടിപ്പേട് കൊണ്ട് രോഗികൾ അനുഭവിക്കുന്ന വിഷമം കണ്ട് സാധാരണ കുടുംബങ്ങളിൽ നിന്നും വന്ന പൈസയോട് വളരെ വലിയ ആഗ്രഹം, അത്യാഗ്രഹമില്ലാതെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അവരാരും തന്നെ ഹാരിസ് ചിറക്കലിനെ പോലെ എന്ത് വേദന കണ്ടാലും കടിച്ചമർത്തണം, ഒരു പോസ്റ്റും ഇതുപോലെ ഇടാൻ പാടില്ല, ഒന്നും പുറത്തു പറയാൻ പാടില്ല, പറഞ്ഞാൽ നിങ്ങൾ എക്യുപ്മെൻറ്റ് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ അതിലപ്പുറമുള്ളൊരു വാക്കും ആ ഡോക്ടറെക്കുറിച്ച് ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, ആളാണ് എന്ന് മുദ്രകുത്തും എന്ന് പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്തണം. ഞാനൊരു കാര്യം ഈ ചാനലിലൂടെ പറയുന്നു, വീണ ജോർജിനോടും CPM-നോടും അങ്ങനെ ഹാരിസ് ചിറക്കലിനെയും നല്ലവരായ ഡോക്ടർമാരെയും ഭീഷണിപ്പെടുത്തി അവരുടെ നാവടക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ തിരിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഞങ്ങൾ നിങ്ങളെ ഓൺ ചെയ്യുന്നു. നിങ്ങൾ
വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് കേരളം മുഴുവനും. ഹാരിസ് ചിറക്കലിൻ്റെയും മനുഷ്യസ്നേഹികളായ ഡോക്ടർമാരുടെയും പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം ഈ ചർച്ച വീണ ജോർജ് എവിടെമെങ്കിലും കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കിങ്കർമാർ ആരെങ്കിലും കേൾക്കണേ അവരോട് പോയി പറഞ്ഞേരെ. ഞാൻ പറയാം ഒരു പോയിന്റ് ചോർത്തോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കും പ്രകാശ് മാഷ് ഉൾപ്പെടെ ഉള്ളവരോട്. നിങ്ങൾക്ക് അല്പമെങ്കിലും മനുഷ്യസ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം പ്രിൻസിപ്പളിനെ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വെക്കണം. ആ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, ആ പ്രിൻസിപ്പള് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിൻ്റെ ചാർജ് വഹിക്കുന്നു. അദ്ദേഹം ഓണറേറിയം വാങ്ങിച്ച് അവിടുത്തെ ചാർജ് വഹിക്കുന്നു. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. അവിടെ അദ്ദേഹത്തിന് പഠിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഫുൾ ടൈം പ്രിൻസിപ്പളിന് നിങ്ങൾ എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിൽ ഒരുപാട് പാവപ്പെട്ട രോഗികൾ വരുന്നു. അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾ വേണ്ടേ? എൻഡോക്രൈനോളജിയുടെ പ്രൊഫസർ കൂടിയാണ് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ നിങ്ങൾ ചാർജ് കൊടുത്തിട്ടുള്ള പ്രിൻസിപ്പൽ. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പപ്പറ്റിനെ വയ്ക്കുന്നു? അപ്പോൾ അവിടെ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസ്, അവിടെ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപെടലുകൾ, അവിടെ നിങ്ങൾക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ആൾക്കാരെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിരവധി കാര്യങ്ങൾ ഞാൻ വരാം. ശരി, ശ്രീ രാജു പി നായർ, അന്ന് ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന സമയത്ത് ഡോക്ടർ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഞാനൊരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളത്. ഈ മെമ്മോയും റിപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നോ? സത്യമാണല്ലോ. ഡോക്ടർ ഹാരിസ് കേരളത്തിലെ കഫീൽ ഖാനും പിണറായി വിജയൻ കേരളത്തിലെ യോഗി ആദിത്യനാഥുമാണെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. അത് അടിയറ ഇടുന്നതല്ലേ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് രോഗികളുടെ സങ്കടവും കണ്ണീരും കാണാൻ കഴിയാതാണ് അദ്ദേഹം അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ തകരാറിനെ സംബന്ധിച്ച് വിളിച്ചു പറഞ്ഞു അല്ലേ. രോഗികളുടെ കണ്ണീര് കാണാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ആ മനുഷ്യൻ്റെ കണ്ണീര് കാണിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഏകാധിപതിയായ പിണറായി വിജയൻ്റെ സർക്കാർ മാറിയില്ലേ? അങ്ങ് ഇവിടെ ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ എന്തായാലും ഈ ശ്രീ പ്രകാശൻ മാഷ് ഇവിടെ കണ്ട് പ്രതിപക്ഷ നേതാവിനെ വലിയ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് അല്ലല്ലോ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തത്, പ്രതിപക്ഷ നേതാവാണോ കൊടുത്തത്? പ്രതിപക്ഷ നേതാവ് നേരത്തെ അസംബ്ലിയിലൊക്കെ രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുപരമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അല്ലല്ലോ ശസ്ത്രക്രിയക്ക് ഉപകരണമില്ല എന്ന് പറഞ്ഞത്. ഈ സിസ്റ്റം തകരാറിലാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയല്ലേ? സിസ്റ്റത്തിൻ്റെ ആൾ ഞാനാണ് എന്നറിയാതെ സ്വയം ഉത്തരവാദിത്വം എന്താണെന്ന് ബോധ്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ സിസ്റ്റം തകരാറിലാണെന്ന് ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷം വീണ ജോർജ് തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ തൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പോലും അറിയാത്തൊരു മന്ത്രി ഇന്ന് ഇവിടെ ഈ ഡോക്ടർ ഹാരിസിനെ ക്രൂശിലേറ്റാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. പക്ഷേ പ്രകാശൻ മാഷ് അതിനെ എല്ലാത്തിനും രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല. ഇപ്പം ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ ഇക്കണോമിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അത് രാജ്യവിരുദ്ധമാണെന്ന് പറയുന്ന RSSൻ്റെയും BJPയുടെയും മുഖം നമ്മൾ കണ്ടു. ദയവ് ചെയ്ത് കേരളത്തിലെ RSS ആയിട്ട് നിങ്ങൾ ചങ്ങാത്തമുണ്ട്, പക്ഷേ RSS ആയിട്ട് പരിഗണിക്കരുത്. മനസ്സിലല്ലേ? ഈ സംസ്ഥാനത്ത് ഭരണവീഴ്ചയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളോ ഉയർത്തി കാണിക്കുമ്പോൾ അത് സംസ്ഥാന വിരുദ്ധമാണെന്ന് പറയുന്ന RSSൻ്റെ മനോഭാവത്തിൽ പ്രകാശൻ മാഷ് പോകരുത്. പിണറായി വിജയൻ ഉണ്ട് ഇരിക്കട്ടെ. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ? ഇപ്പോൾ സ്വാഭാവികമായ നടപടി അദ്ദേഹം ചെയ്തൊരു കാര്യം, അദ്ദേഹം വലിയ ഇതായിട്ടുള്ള, പക്ഷെ അദ്ദേഹം സർക്കാരിനെതിരെ കാര്യം എന്തോ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായ അച്ചടക്ക ലംഘനത്തിന് നടപടി. എവിടെ പോയി പ്രകാശൻ മാഷെ? ADGP അജിത് കുമാർ ഈ സർക്കാരിൻ്റെ നയത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം വിരുദ്ധമായിട്ടുള്ള നടപടികൾ ചെയ്തപ്പോൾ നിങ്ങൾ പൊതിഞ്ഞ് സംരക്ഷിച്ചില്ലേ? പക്ഷേ ശ്രീ രാജു ഒരു കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച ഒരു കാര്യത്തിൽ ചട്ടലംഘനം ഉണ്ടായെന്ന് കൃത്യമായി നിയമം അടക്കം പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ടിന്റെ അവസാനത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതൊരു ഗുഡ് ഇന്റൻഷനോട് കൂടിയാണ് ചെയ്തത്, എന്നിരുന്നാലും ചട്ടലംഘനമാണ് എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വരുമ്പോൾ അതിന്റെ ആ ഇന്റൻഷൻ തിരിച്ചറിഞ്ഞ് സർക്കാരിന് വേണമെങ്കിൽ നടപടി എടുക്കാതിരിക്കാം. ആ നിലയ്ക്ക് അത് വേണമെങ്കിൽ ഒരു സ്വാഭാവിക നടപടി. ഇപ്പോൾ വിശദീകരണം ചോദിക്കാതെ ഡോക്ടർ വിശദീകരണം കിട്ടുകയില്ല, വിശദീകരണം കിട്ടാതെ നടപടി എന്ത് വേണം എന്ന് തീരുമാനിക്കാനും കഴിയില്ല. അപ്പോൾ ഇതൊരു സ്വാഭാവിക നടപടി, ഒരു പേപ്പർ വർക്ക് എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ? അതാണ് ഞാൻ ചോദിച്ചത്. ഈ ADGP RSSൻ്റെ നേതാക്കന്മാരെ 10 ദിവസത്തിനിടയിൽ 2 പേരെ പോയി കണ്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ ഈ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ട് 1 വർഷക്കാലത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ മാത്രമല്ല അന്വേഷണം നടന്നത്. അപ്പോൾ അന്ന് ഈ റിപ്പോർട്ട് കിട്ടുന്നവർക്ക് അന്ന് നടപടിയെടുക്കണം എന്നാകുകയും ഇപ്പം ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി വെമ്പുന്ന ഈ പറയുന്ന സർക്കാരിൻ്റെ നീതിബോധത്തെ എന്തുപറ്റി? ADGP അജിത് കുമാർ RSSൻ്റെ നേതാക്കന്മാരെ കണ്ടപ്പോൾ ഇല്ലാതിരുന്നത്. അപ്പോൾ സർക്കാരിന് വേണ്ടിയിട്ടുള്ള അവിഹിതമായ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ
ഒരു പൊതിഞ്ഞ് സംരക്ഷിക്കുകയും സർക്കാരിൽ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കുള്ള നൽകേണ്ട സേവനത്തിൽ വീഴ്ച വരുന്നു ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടറെ ഇന്ന് ആക്രമിക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന് വിവേചനാധികാരം ഉണ്ടല്ലോ, മന്ത്രിക്ക് വിവേചനാധികാരം ഉണ്ടല്ലോ. മന്ത്രി പറഞ്ഞല്ലോ അന്ന് ആദ്യം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസിനാണ് അയച്ചത്. പക്ഷെ രണ്ടാം ദിവസം പറഞ്ഞല്ലോ ഇദ്ദേഹം എന്തോ വലിയ മഹാനാണ്, അദ്ദേഹം വളരെ സതുദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സതുദ്ദേശത്തോടു കൂടി ഈ സിസ്റ്റത്തിന് തകരാറുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥനെ ക്രൂശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് യാതൊരു തുടർ നടപടിയും എടുക്കണ്ട എന്നതിനകത്ത് നോട്ട് എഴുതാൻ മന്ത്രിക്ക് പറ്റില്ലേ? ശരി, അല്ല അതിന് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി മന്ത്രിയുടെ അടുത്തേക്ക് വരികയല്ലേ വേണ്ട. മന്ത്രിയുടെ മേശപ്പുറത്താണ് ഇപ്പോഴും ആ റിപ്പോർട്ടുള്ളത്. ആ റിപ്പോർട്ടിന് പ്രകാരം സർക്കാർ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അത്തരത്തിൽ നടപടി എടുക്കുകയാണെങ്കിൽ അന്നുണ്ടായ ജനവികാരം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നടപടി എടുക്കുകയാണ് എങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ വരാം അങ്ങയുടെ ശ്രീ അഞ്ചൽ ജോബ്. അല്ല, അതിന്റെ ആവശ്യമില്ല മാധു, അതിന്റെ പോലും ആവശ്യമില്ല. ഈ സർക്കാരിന് അതിൽ തുടർ നടപടി എടുക്കാതിരിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്, മന്ത്രിക്ക് അതിനുള്ള അധികാരമുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ കാര്യമായ എന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ADGP തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ADGPക്കെതിരെ റിപ്പോർട്ട് വന്നിട്ട് പോലും ഈ മുഖ്യമന്ത്രി നടപടിയെടുത്തില്ലല്ലോ. DGP റിപ്പോർട്ട് എഴുതിയല്ലോ, എന്നിട്ട് നടപടി എടുത്തില്ലല്ലോ. അതിനുശേഷം പിന്നീട് എല്ലാ സമ്മർദ്ദവും ഉണ്ടായതിനു ശേഷമല്ലേ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ശരി, അപ്പൊ ഈ അന്വേഷണ ത്വര ഒരു പ്രതികാര നടപടിയുടെ ഭാഗമാണെന്നാണ് അങ്ങും പ്രതിപക്ഷവും പറയുന്നത്. എനിക്ക് പോയിന്റ് കിട്ടി. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ അഞ്ചൽ ജോബ്, ഈ ഇതിനകത്ത് ഒബ്സർവേഷൻ ഓഫ് ദി കമ്മിറ്റി എന്ന് പറയുന്നതിൽ 4ാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് യൂറോളജി വിഭാഗത്തിൽ അവിടെ പിന്നീട്, അതായത് ഇതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ ഈ ശസ്ത്രക്രിയ മുടങ്ങിയതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ സമാനമായ ശസ്ത്രക്രിയ അവിടെ നടക്കുകയുണ്ടായി. അവിടെ ഓൾട്ടർനേറ്റീവ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മെമ്മോയിൽ ശസ്ത്രക്രിയ മുടങ്ങിയതിന് എന്നല്ല, ശസ്ത്രക്രിയ മുടക്കിയതിന് എന്നാണ് പറയുന്നത്. അതായത് ഡോക്ടർ അവിടെ ഓൾട്ടർനേറ്റീവ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നിട്ടും അത് കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ അത് ഉപയോഗക്ഷമമാക്കാതെ അതിൻ്റെ ഗുണം അവിടെ ആ അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയറിൽ ഉപയോഗപ്പെടുത്താതെ ആ ശസ്ത്രക്രിയ മുടക്കി. അതിനുശേഷമാണ് എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ചികിത്സ മുടക്കേണ്ടി വന്നതിൽ എനിക്ക് ഹൃദയവേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായ പ്രചാരണം നടത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായ ഈ പറയുന്ന കുറ്റപത്രത്തിൻ്റെ സ്വഭാവമുള്ള മെമ്മോയിലുള്ളത്. ഇത് പക്ഷേ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുണ്ടോ? അങ്ങ് ആശുപത്രി വികസന സമിതിയിലെ അംഗമാണല്ലോ, അങ്ങേക്ക് അറിയാമല്ലോ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ അത് സംബന്ധിച്ച് പ്രതികരണം നടത്തി. ഞാൻ അങ്ങയുടെ മറുപടിക്ക് ശേഷം അതിലേക്ക് പോവാം. യഥാർത്ഥത്തിൽ സർജറി മുടങ്ങി എന്നുള്ളത് സത്യമാണ്, അവിടെ ഉപകരണങ്ങളില്ലായിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. പക്ഷേ 1960 സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഡോക്ടർ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ലംഘിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹം സർക്കാരിനെ നാണം കെടുത്താനോ ഈ മന്ത്രിയെ ആക്ഷേപിക്കാനോ മെഡിക്കൽ കോളേജിനെ ആക്ഷേപിക്കാനോ അല്ല ഇത് ചെയ്തത്. അദ്ദേഹം ഒരുപാട് തവണ അപേക്ഷ കൊടുത്തിട്ട് ഒരു കാരണവശാലും ഇത് കിട്ടാതെ വരുമ്പോൾ തീർച്ചയായും അദ്ദേഹം എന്തു ചെയ്യണം എന്നുകൂടി നിങ്ങൾ പറയണം. അദ്ദേഹം ഒരുപാട് അപേക്ഷ കൊടുത്തു, പ്രോപ്പർ ചാനൽ വഴി സൂപ്രണ്ട്, പിന്നെ RMO, HDS ഓഫീസ്, ഈ ഭാഗത്തെല്ലാം കൊടുത്തു. HDS ഓഫീസിൽ ഈ അപേക്ഷകളെല്ലാം മേടിച്ച് വെച്ചിട്ട് നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ സർജറി മുടങ്ങുമ്പോൾ ഇതിന് ഉത്തരവാദിത്വം ഡോക്ടറുടെ മേൽ ചാരും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സർജറി മുടങ്ങാൻ സാധ്യതയുണ്ട്, 1-2 സർജറി മാറ്റിവെക്കേണ്ടി വന്നു, അതുകൊണ്ട് സാധനങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അദ്ദേഹം ചട്ടം ലംഘിക്കാതെ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു? അപ്പോൾ അദ്ദേഹം ധൈര്യപൂർവ്വം എങ്ങനെയെങ്കിലും ഈ സാധനം കിട്ടട്ടെ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ളൊരു കുട്ടിയുടെ സർജറി മാറ്റിവെക്കുന്നതിനുള്ള മനോവിഷമത്തിൽ അദ്ദേഹം ചട്ടമൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇതെങ്ങനെയെങ്കിലും സാധനങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് പ്രതികരിച്ചു. ആ പ്രതികരിച്ചതിന് ശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റ്, ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായുള്ള റിപ്പോർട്ടാണ്. അതിനകത്ത് 1 വർഷത്തിന് മുമ്പ് എന്ന് വെച്ചാൽ 2 വർഷത്തിന് മുൻപ് കാണാതെ പോയൊരു ഉപകരണത്തെ ഇപ്പോൾ എടുത്തുകൊണ്ടുവരുന്നതിന്റെ കാരണമെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, അതിലേക്ക് വരാം. അത് അദ്ദേഹത്തിനെതിരായ ഗുരുതരമായ ആരോപണം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുമെന്ന് ആശങ്ക അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ന്യൂമാറ്റിക് പ്രോബ് എന്ന് പറയുന്ന ഉപകരണം ഇല്ലാത്തതിന്റെ പേരിലാണ് ആ 3 സർജറികൾ മാറ്റിവെക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അതിൽ തന്നെ പ്രശ്നമുണ്ട്. അതിൽ 1 സർജറി മാത്രമാണ് മാറ്റിവെച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ 3ന്റെയും കാര്യം പറയുന്നുണ്ട്. ഈ പ്രോബ് അവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു എന്നതുകൂടി പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. ഒരിക്കലുമല്ല. ഇതൊക്കെ ഈ റിപ്പോർട്ട് ആരാ
റിപ്പോർട്ട് ഇന്നതുപോലെ എഴുതി തരാൻ പറഞ്ഞാൽ അതുപോലെ എഴുതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ അപ്പൊ പിറ്റേ ഇരിക്കുന്നത്. ദിവസം നിഷ്പക്ഷമായ സർജറി അന്വേഷണം നടത്തട്ടെ. അപ്പൊ ഈ പിറ്റേ ഒരു ഹൈക്കോടതി ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്തട്ടെ. ഈ മെഡിക്കൽ കോളേജുകളിലെ പോലെ എല്ലാം പുറത്തു വരുമല്ലോ. പിറ്റേ ദിവസം ഈ മെഡിക്കൽ കോളേജിൽ നടക്കാത്ത സർജറി നടന്നു എന്ന് റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും കൊടുക്കാമല്ലോ. അതാ പറഞ്ഞ അന്വേഷണം നടത്തണം, നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. ഒരു ഹൈക്കോടതിയുടെ ജഡ്ജിയെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തട്ടെ. കേരളത്തിലെ സകല മെഡിക്കൽ കോളേജുകളിലും നടക്കുന്ന സംഭവങ്ങൾ അന്വേഷണം നടത്തട്ടെ. കമ്മീഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു ഉപകരണം മേടിക്കൂ? കമ്മീഷൻ ഇല്ലാതെ ഒരു ഉപകരണം മേടിക്കത്തില്ല. കമ്മീഷൻ കിട്ടുന്ന ഉപകരണം മാത്രം മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. അതൊരു 2-3 റൂമിനകത്ത് സ്റ്റോക്ക് ചെയ്തങ്ങ് വെച്ചേക്കും. കമ്മീഷൻ കുറവുള്ളത് മേടിക്കത്തില്ല, അല്ലെ കമ്മീഷൻ കിട്ടാത്തത് മേടിക്കത്തില്ല. അതാണ് സംഭവിക്കുന്നത്. ഇത് അന്വേഷിക്കണം. കോടതി അന്വേഷിക്കണം. കോടതി അന്വേഷിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. അല്ലാതെ ഒരു മന്ത്രിയുടെ കീഴിലുള്ള 2 ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിപ്പിച്ചാൽ മന്ത്രിക്കെതിരായോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെതിരായോ അവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതാണ് സംഭവിക്കേണ്ടത്. നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും. ഇതിപ്പം ഈ ആരോപണമൊക്കെ അതിൻ്റെ കൂടെ വരുത്തുന്നത് ഡോക്ടറെ പൊതുജനമധ്യത്തിൽ ഇദ്ദേഹം ഒരു കള്ളനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. ജനങ്ങളൊന്നും വിശ്വസിക്കത്തില്ല. സർക്കാരിനെതിരെയല്ല അദ്ദേഹം പറയുന്നതും ഞാൻ പറയുന്നതും ജനങ്ങൾ പറയുന്നതും സിസ്റ്റത്തിനെതിരെയാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥനെതിരെയാണ്. അത് മനസ്സിലാക്കാൻ കഴിയണം. അതായത് ഈ പിറ്റേ ദിവസം ഇവിടെ 2 സർജറി നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിലടക്കം അതിൽ ഭരണപരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചെറിയ സംഘം കൂടെ അങ്ങ് ആരോപിക്കുന്നത്. ശരി, അങ്ങനെയൊക്കെ വരാം. ശ്രീ പ്രകാശ് മാസ്റ്റർ, അല്ല അദ്ദേഹത്തിലേക്കാണ് പോവേണ്ടത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇന്ന് വളരെ വികാരഭരിതനായാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കളവാരോപണം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആ ആശുപത്രിയിൽ ജോയിൻ ചെയ്ത ഡേറ്റ് അടക്കം സർക്കാരിന്റെ ആവശ്യപ്രകാരം അനുസരിച്ച് ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവന്നതാണെന്ന് ആരോഗ്യമന്ത്രി കേരളത്തോട് പറഞ്ഞടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അതിനും 1 വർഷം മുൻപ് അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ട്, അതിൽ കിട്ടിയിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കള്ളനാണ് എന്നൊരു ആരോപണം കേൾക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയാം. അതും അത്രയും കഠിനാധ്വാനിയായ 365 ദിവസത്തിൽ 360 ദിവസവും ജോലി ചെയ്ത ഒരാൾക്ക് കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആ അവസ്ഥയിലേക്ക് സർക്കാർ തന്നെ ഈ മേഖലയിൽ സർവീസിൽ ഏറ്റവും മിടുക്കൻ എന്ന നിലയ്ക്ക് വിളിച്ചു വരുത്തി ചുമതല ഏൽപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനെ എത്തിക്കേണ്ടതുണ്ടോ? ഇവിടെ തിരുവനന്തപുരം യൂറോളജി വിഭാഗത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മീഷനെ വെച്ചത്. കമ്മീഷൻ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ പോലെ മാസ്റ്റർ പാർട്ടി ഓഫീസിൽ എഴുതി കൊടുത്തതൊന്നുമല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലാണ് ഡോക്ടർ പത്മകുമാറാണ് കമ്മീഷനിൽ ഒരംഗം. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറാണ് മറ്റൊരാൾ. ഡോക്ടർ ഗോമതി, ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ അവരുടെ സഹപ്രവർത്തകരാണ്. ഡോക്ടർമാരാണ് അന്വേഷിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ വളരെ ഗൗരവമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താ? ഇതേ ഓപ്പറേഷൻ ഇതിൻ്റെ 2ാമത്തെ തിയേറ്ററിൽ പിറ്റേ ദിവസം നടന്നു. അതൊരു ചെറിയ കാര്യമാണോ? പ്രോബില്ലാത്തത് കൊണ്ട് അന്വേഷണം ഇവിടെ ഓപ്പറേഷൻ മാറ്റിവെച്ചു എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ തൊട്ട് പിറ്റേ ദിവസം മറ്റൊരു ഓപ്പറേഷൻ, അതേ ഓപ്പറേഷൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഉപകരണം അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അവിടെ യൂറോളജി വിഭാഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നതിനെ സംബന്ധിക്കുന്ന സമഗ്രമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, പിന്നെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ അദ്ദേഹത്തിന് തീരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണല്ലോ ശ്രമം നടക്കുന്നത്. എന്നാൽ റിപ്പോർട്ടിനകത്തുണ്ട് 2025 5-ാം മാസം പ്രോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, 9-ാം മാസം പ്രോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, 2025 ജനുവരി മാസം പ്രോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഫെബ്രുവരി മാസം പ്രോബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിലെ പ്രോബ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? അപ്പോഴേക്ക് പ്രോബിന്റെ വില കൂടി. 1,00,000 ഉറുപ്പികയുടെ സാധനം മാത്രമേ സൂപ്രണ്ടിന് അനുവദിക്കാൻ കഴിയൂ. പിന്നീട് അനുവദിക്കാൻ അധികാരമുള്ളത് അവിടുത്തെ ഈ ഹോസ്പിറ്റൽ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കലക്ടർക്കാണ്. കലക്ടർക്ക് അത് അയച്ചു എന്നുള്ളത് കൊണ്ടാണ് താമസം ഉണ്ടായത്. മാത്രമല്ല 23/6 കലക്ടർ അനുമതി കൊടുക്കുന്നത്. 27 തന്നെ അതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വദേശപരമല്ല ഡോക്ടർ ഹാരിസിന്റെ ഈ പറയുന്ന പറച്ചൽ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയോ? ഇപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംശയിക്കും. ഇതെല്ലാം അങ്ങനെ ആയിരുന്നില്ലല്ലോ മാഷേ ഇതിനു മുൻപ് പറഞ്ഞത്. ഇപ്പോ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം പാർട്ടിക്ക് ഇത് റിപ്പോർട്ടിനെ പറ്റിയാണല്ലോ ചർച്ച. റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നു സമാനമായ ഓപ്പറേഷൻ അതിന്റെ 2ാമത്തെ യൂണിറ്റ് ഞാൻ പറഞ്ഞതല്ലേ മാഷേ, മാഷ് പറയുന്നതിന് മുമ്പ് ഞാനാണല്ലോ ഈ ചർച്ചയിൽ കാര്യമാണെങ്കിൽ ആ പ്രയോഗിച്ചത് ചെയ്യാം. അത് ഈ റിപ്പോർട്ടിനെ പറ്റിയാണല്ലോ ചർച്ച. 2ാമത് അവിടെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് 2024 5-ാം മാസവും 9-ാം മാസവും 25 ജനുവരിയിലും ഫെബ്രുവരിയിലും പ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ മാർച്ചിൽ ആവശ്യപ്പെട്ട പ്രോബ് കൊടുക്കാൻ കഴിയാത്തത് സൂപ്രണ്ടിന്റെ
പണാധികാരത്തിന്റെ പരിധി കഴിഞ്ഞിരിക്കുന്ന പ്രോപ്പിന്റെ വില കൂടി 1 ലക്ഷത്തിന് മേലെയായി, അതുകൊണ്ട് കൊടുക്കാനായില്ല. എന്നാൽ അവിടെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വൃക്ക ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത് ഈ കാലത്തല്ലേ? ഹൃദയ ശസ്ത്രക്രിയ ഏറ്റവും നടന്നിരിക്കുന്നത് ഇക്കാലത്തല്ലേ? ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ, ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഇകഴ്ത്തി കാണിക്കാൻ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം പ്രയോജനപ്പെടുത്തുന്ന വസ്തുത ശരിയാണ്. നമുക്ക് അതായത് നോക്കൂ, മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നടക്കുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം ഏറ്റവും കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്യുന്നത് സർക്കാരാണ് എന്നാണ് മാഷ് പറയുന്നത്. അതായത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദി സർക്കാരാണ്. എല്ലാ കാര്യങ്ങളുടെയും എല്ലാ മികച്ച നേട്ടങ്ങളുടെയും ഉടമ സർക്കാരാണ്. മാഡം, ഒറ്റ കാര്യം ഞാനിപ്പോ ഇവിടെ അല്ല, ആരോഗ്യ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇൻവെൻഷന് ഈ കൊല്ലം സമ്മാനം കിട്ടിയ സംസ്ഥാനം ഏതാ ഈ രാജ്യത്ത്? കേരളമാണ്. NQASന്റെ അംഗീകാരം ഏറ്റവും നേടി മെഡിക്കൽ കോളേജുകളുള്ളത് ഇപ്പൊ എവിടെയാ? കേരളത്തിലാണ്. ആരോഗ്യമേഖല അടിസ്ഥാന വികസനത്തിന് 10,000 കോടി ഈ കഴിഞ്ഞ കൊല്ലം കൊടുത്ത സ്റ്റേറ്റ് ഏതാ? കേരളമാണ്. മെഡിക്കൽ കോളേജുകൾക്ക് ഞാനതിൽ ഇടപെടുകയാണ്. അതായത് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന, നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ ആശുപത്രികളിൽ നടക്കുന്ന ഏറ്റവും മികച്ച കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദി അല്ലെങ്കിൽ അതിലെ ഉടമസ്ഥ, അതിലെ പെരുമ പേറുന്നവർ സർക്കാർ തന്നെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ, ഈ ബുദ്ധിമുട്ടുകളിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതും സിസ്റ്റം അല്ല, സർക്കാരാണെന്നാണ് തുടർച്ചയായി പറയുന്നത്. ഇപ്പൊ 2025 സെപ്റ്റംബർ 4 വരെ ഈ ഒരു കാര്യം പറയാൻ മൂന്ന് തവണ ഞാനൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ ബഹുമാനപൂർവ്വം സമ്മതിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുമതി മാഷ് തരേണ്ടതുണ്ട്. അതാണ് ജനാധിപത്യ മര്യാദ. ഈ സെപ്റ്റംബർ മാസം അവസാനം വരെ അവിടെ വലിയ ക്യൂ ഉണ്ട്. ഈ പറയുന്ന ഓപ്പറേഷനുകൾ പൂർത്തിയാക്കാൻ, ഈ പറയുന്ന പ്രൊസീജിയറുകൾ പൂർത്തിയാക്കാൻ അവിടെ മാസങ്ങൾ നീളുന്ന ക്യൂ ഉണ്ട് എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് തന്നെ. അങ്ങ് നേരത്തെ പറഞ്ഞു മാർച്ചിൽ കൊടുത്തു, സെപ്റ്റംബറിൽ കൊടുത്തു എന്നൊക്കെ. 28/5 ഈ റിക്വസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പ്രോബ് സപ്ലൈ ചെയ്യുന്നത് 27-നാണ്. 2 മാസത്തെ പ്രശ്നമുണ്ട്. അതായത് അത് ഏറ്റവും അടുത്താണ്. തൊട്ടടുത്ത മാസം റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 3 മാസം, പിന്നെ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 4 മാസം, ഇങ്ങനെ ഓരോ മാസം വീതം എക്സ്റ്റെൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് ഈ പറയുന്ന ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ളതാണ്. ഏതെങ്കിലും 4 മാസം കഴിയുമ്പോൾ, ചുവപ്പ് നാട് കഴിയുമ്പോൾ കിട്ടേണ്ട ഒരു പ്രശ്നമല്ല. അത് ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി തീയതി അടക്കം പറയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയാൻ ശ്രമിച്ചാണ്. ശ്രീ വി രാജേഷ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ റിപ്പോർട്ട് കൊടുക്കുന്നു, ആ റിപ്പോർട്ടിന് കൃത്യമായ ചട്ടലംഘനം ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ ഡോക്ടറുടെ ഗുഡ് ഇന്റൻഷൻ എന്ന കാര്യം കൂടി പറയുന്നു. ഒരു സർക്കാർ രേഖയിൽ അങ്ങനെ ഒരു പരാമർശമെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിവിലേജ് ആണ്. അപ്പോൾ ഗുഡ് ഇന്റൻഷൻ ആ ഡോക്ടറെ കൊണ്ട് എന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തകർ എന്താ ചെയ്യേണ്ടത്? ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ആ ഡോക്ടറെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തിയിട്ട് അദ്ദേഹത്തെ വളരെ നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വീണ ജോർജിനെ പോലെ ഇങ്ങനെ ചാടിക്കടിക്കാനല്ല നിൽക്കേണ്ടത്. ഞാൻ ഒരു 1-2 കാര്യം പറയാം. ഇപ്പോൾ പ്രകാശം മാഷ്, നമുക്ക് ആ ടെക്നിക്കാലിറ്റീസിലേക്ക് വരാം. പ്രകാശം മാഷ്, അങ്ങ് HDSനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ HDS മീറ്റിംഗ് നടന്നിട്ട് എത്ര വർഷമായി? ചുരുങ്ങിയത് 2 വർഷമായി. ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നത്, അവിടുത്തെ ഒരു HDS മെമ്പറാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനുമല്ല അദ്ദേഹം. ഏറ്റവും ചുരുങ്ങിയത് 3 മാസത്തിലൊരിക്കൽ ആ മീറ്റിംഗ് കൂടണം. അതിൽ BJPയുടെ പ്രതിനിധിയുണ്ട്, കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളുണ്ട്, തിരുവനന്തപുരം ജില്ലാ കളക്ടറുണ്ട്, മലയാളം കൂടി ഒന്ന് പറഞ്ഞേക്കാം, ആശുപത്രി വികസന സമിതി, ആശുപത്രി വികസന സമിതിയുണ്ട്, ആശുപത്രി വികസന സൊസൈറ്റിയുണ്ട്, മാനേജ്മെന്റ് കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഇതിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറുണ്ട്. ജില്ലാ കളക്ടറുടെ സമയം നോക്കിക്കൊണ്ട് ഹോസ്പിറ്റൽ സൂപ്രണ്ടാണ് വിളിക്കേണ്ടത്. ഇതിൽ വെച്ചിട്ട്, ഈ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത്, മോണിറ്റർ ചെയ്യേണ്ടത്. പണം വരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണം, പണം ചിലവാക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം, രോഗികളുടെ ക്ഷേമത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ, 1 മാസത്തിലൊരിക്കൽ ഇരുന്നാൽ അത്രയും നല്ലത്. കൂടേണ്ട ഈ ബോഡി കൂടിയിട്ട് തിരുവനന്തപുരത്ത് 2 വർഷമായി. 2 വർഷമായിട്ട് കൂടിയിട്ടില്ല. ആരാ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം. ഇത് ഉദ്യോഗസ്ഥരുടെ ഒന്നും കയ്യിൽ നിൽക്കാതെ ഇതിന് പെട്ടെന്ന് ഒരു ഏകജാലക സംവിധാനം എന്ന നിലയ്ക്കല്ലേ ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്? ഈ കമ്മിറ്റി രൂപപ്പെടുത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാന ഉദ്ദേശം പൊതുപ്രവർത്തകർ ഉൾപ്പെടുന്ന, ജനങ്ങളുടെ ഇടയിൽ പെടുന്ന ഭരണകൂടത്തിൻ്റെ, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഹെഡായിട്ടുള്ള കളക്ടർ ഉൾപ്പെടുന്ന, ആശുപത്രിയുടെ ദൈനംദിന ഓരോ നിമിഷമുള്ള പ്രവർത്തനം മനസ്സിലാക്കുന്ന സൂപ്രണ്ട് ഉൾപ്പെടുന്ന ഒരു ബോഡി ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനത്തിലെടുക്കാൻ, ഉദ്യോഗസ്ഥരുടെ മുമ്പാലെ പോയി ഫയലുകൾ കെട്ടിക്കിടക്കാതിരിക്കാൻ. കാരണം ഇത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട പ്രസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴേക്ക് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 2 വർഷം HDS മീറ്റിംഗ് നടന്നില്ല. നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ വീണ ജോർജ് എവിടെ പോയിരുന്നു? നിങ്ങളുടെ ജില്ലാ കളക്ടർമാരെവിടെ പോയിരുന്നു? എന്തുകൊണ്ട് നടത്തുന്നില്ല? ഞാൻ തുറന്നു പറയുന്നു,
അവിടുത്തെ MLA-യും അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറും ആ വാർഡ് കൗൺസിലറും കൂടെ അടങ്ങുന്ന ഒരു കച്ചവട സംഘമാണ് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് എന്നുള്ള യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വാങ്ങുന്ന ഉപകരണങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം കേടാകുന്നത്? നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കും. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് കമ്മീഷൻ ലഭിക്കണം. അതിൻ്റെ ക്വാളിറ്റി ഡിസ്കസ് ചെയ്യാറില്ല. ആരായത് മോണിറ്റർ ചെയ്യുന്നത്? നിങ്ങൾ HLL-ന് എത്ര കോടി രൂപ കൊടുക്കാണ്ട് എന്തുകൊണ്ട് 2 വർഷമായിട്ട് HDS മീറ്റിംഗ് നടത്തുന്നില്ല എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അവിടുത്തെ രോഗികളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ അവിടുത്തെ MLA-യും അവിടുത്തെ കൗൺസിലറും ചേരുന്ന CPM-ന്റെ കുറച്ച് നേതാക്കന്മാരും ചേരുന്ന ഒരു വട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു കച്ചവടമാക്കിയിട്ട് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഭരണം നിങ്ങൾ മാറ്റിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ പാദസേവ ചെയ്യുന്ന കുറച്ച് ഡോക്ടർമാരെ വെച്ചിട്ടുണ്ട്. ഞാൻ വേർന്ന് ചോദിച്ചോട്ടെ പ്രകാശ് മാഷേ, ക്ലിനിക്കൽ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ഡോക്ടർമാരെ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കൂടി ഏൽപ്പിക്കുന്നു. അവർക്ക് അഡ്മിനിസ്ട്രേഷന്റെ മാഷ് മാത്രമാണ് സമയം തരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ക്ലിനിക്കൽ ജോലി ചെയ്യാൻ വരുന്ന ഡോക്ടർമാരെ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കൂടി ഏൽപ്പിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്നിട്ട് എങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തണമെന്ന് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജാ ഒന്നാമത്തെ രോഗിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ കോളേജാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് HDS അല്ല, ജില്ലാ കളക്ടറല്ല തീരുമാനിക്കുന്നത്. CPM-ന്റെ ലോക്കൽ കൗൺസിലർ, അവിടുത്തെ MLA, അവിടുത്തെ ഏരിയ സെക്രട്ടറി തീരുമാനിക്കുന്നത്. അവർ രാജുപിനാറിലേക്ക് പോയതിനു ശേഷമാണ് അങ്ങേലേക്ക് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. നമുക്ക് ക്രമം ഒന്നും തെറ്റിക്കേണ്ട, ആരുടെയും പരാതിയൊന്നും വേണ്ടല്ലോ. പക്ഷേ മാഷ് ഇത് ഓർത്ത് വെക്കും, മറുപടി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ രാജുപിനാർ, ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇത്രയും ഏതാണ്ട് 2 വർഷത്തിനിടയിൽ യോഗം ചേർന്നിട്ടില്ല എന്നതടക്കം ശ്രീ അഞ്ചൽ ജോബും ശ്രീ VV രാജേഷും ഉന്നയിക്കുകയാണ്. ഇതിൽ HDS ഒരു ഏറെക്കുറെ വെള്ളാനയുടെ സ്വഭാവമുള്ള, അനങ്ങാപ്പാറ സ്വഭാവമുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ സിസ്റ്റം എന്ന് പറഞ്ഞത് തന്നെ അതിനെക്കുറിച്ചാണ് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ ആളുകളടക്കമുള്ളവർ ഈ ഡോക്ടർമാർ നടന്ന് ചെരുപ്പ് തേയുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുക, അതിൽ ഡോക്ടർമാരോട് മുട്ടാപ്പോക്ക് പറയുമ്പോൾ അതിലൊരു ഗൂഢമായ ആനന്ദം കൈക്കൊള്ളുക, ഈ രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പല പരാതികൾ ഉണ്ടാകുന്നത്. ഈ സംവിധാനമാണ് സിസ്റ്റമെങ്കിൽ ആ സംവിധാനത്തെ നിയന്ത്രിക്കാൻ സർക്കാരിനൊരു ഇച്ഛാശക്തി വേണ്ടേ? അല്ല, ഇച്ഛാശക്തി പോയിട്ട് അതാണ് തൻ്റെ ഉത്തരവാദിത്വം പോലും തിരിച്ചറിയാത്തൊരു മന്ത്രിയല്ലേ ഉള്ളത്. നമ്മൾ ആ മന്ത്രിയിൽ നിന്ന് ഏത് ഇച്ഛാശക്തിയെക്കുറിച്ചാണ് മാധവ് ചോദിക്കുന്നത്? സിസ്റ്റം തകരാറിലാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളോടൊന്ന് പറയുമ്പോൾ ഞാനാണ് ആ സിസ്റ്റം ശരിയാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എന്ന് പോലും തിരിച്ചറിവില്ലാത്ത ഒരാളല്ലേ. പിന്നെ അങ്ങ് പറയുന്ന പോലെ ഈ മന്ത്രി മുതൽ താഴോട്ട് മുഴുവൻ ഈ സിസ്റ്റം തകരാറിലല്ലേ. HDS മാത്രമല്ലല്ലോ, DMO-മാർ മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാം തകരാറിലല്ലേ. എവിടെയാണിത്? ഇപ്പോൾ ശ്രീ പ്രകാശിനും ഇരുന്നുകൊണ്ട് വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള നേട്ടവും ഒരു അവാർഡും കിട്ടിയതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പത്രങ്ങളിലൊക്കെ വന്നല്ലോ, ആരാണ് പോയി അഭ്യർത്ഥിച്ചതും എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ അവാർഡുകളുടെ നേട്ടത്തിൽ നിങ്ങൾ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ സക്സസ് പറയാനാണെങ്കിൽ അത് പലപ്പോഴും ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്തതായിരിക്കും. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യർക്ക് അവിടെ ചെല്ലുമ്പോൾ സൂചിയും നൂലും പോലും പഞ്ഞിയും പോലും കയ്യിലെ പണം കൊടുത്ത് മേടിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ സാഹചര്യം. മാധു, ഞങ്ങളൊക്കെ രാഷ്ട്രീയ ബോധകരാണ്. ഞങ്ങൾക്കറിയാം, ഒരു 3 മാസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഇവിടുത്തെ ഒരു ആൾ ചികിത്സയ്ക്ക് പോയിട്ട് അവസാനം അവരുടെ ചികിത്സ എല്ലാം കഴിഞ്ഞപ്പോൾ 65,000 രൂപ കെട്ടിവെക്കണം. എന്തിനാണ്? ഈ ഉപകരണം ഉൾപ്പെടെ പുറത്തുനിന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ ഞങ്ങൾ നാട്ടുകാർ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. ഈ പറയുന്ന താലൂക്ക് ആശുപത്രി മുതൽ ഇങ്ങോട്ടേക്ക് വലിയ സംവിധാനമാണെന്ന് പ്രകാശം പറയും. ഞാൻ വെല്ലുവിളിക്കാം. നാളെ രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രകാശം മാസ്റ്റർ ധൈര്യമുണ്ടെങ്കിൽ വരിക. ഏത് മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ അവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങളൊന്ന് കാണിച്ചു തരിക. ഒരൊറ്റ മൾട്ടി സ്പെഷ്യാലിറ്റി ഇല്ല. നിങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയ CHCയെ കുറിച്ച് പറഞ്ഞല്ലോ. പൂത്തോട്ടയും മുളന്തുരുത്തി ഉൾപ്പെടെ 3 CHC ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഞാൻ. ഒരു ഡോക്ടർ 2 PSC ഹാൻഡ് മാത്രമാണ് ഡോക്ടർ ഉള്ളത്. 8 പേര് വേണ്ടെടുത്ത് ഈ 2 പേരെ വെച്ച് ബാക്കി NHM-ന്റെ ഡോക്ടർമാരെ കൊണ്ട് ഓടിപ്പിക്കുകയാണ്. 400-500 രോഗികളെ ദിവസവും വെച്ച് നോക്കി വിടുകയാണ്. ഒരു സമയവുമില്ല. അവരെ പോലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു സംവിധാനവും ഇല്ല. ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുന്നില്ല. അവിടെ ഒരു സംവിധാനവും ഇല്ലാതെ താലൂക്ക് ആശുപത്രികൾ വരെ മുഴുവൻ റഫറൽ കേന്ദ്രങ്ങളായി മാറുകയാണ്. ഈ ലോഡ് മുഴുവൻ ജനറൽ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചെന്ന് അവിടെ തറയിൽ പോലും രോഗികൾ കിടക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ ശുപാർശ ചെയ്താൽ മാത്രമേ കേരളത്തിലെ ജനറൽ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജിലും ചികിത്സയും ബെഡും ICUവും കിട്ടൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത്.
നിങ്ങൾ പറയുന്ന അവാർഡുകൾ സാധാരണക്കാരെ മനുഷ്യരോട് പോയിട്ട് ചോദിക്കുക, അവർ അവാർഡാണോ തരുന്നത് എന്ന് നോക്കുക. കൈയകലം വെച്ച് സംസാരിക്കാവോ, അവാർഡിന്റെ കാര്യം പറയാവോ എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രോഗികളിൽ നിന്ന് തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അനുമതി വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി നടത്തിയ എൻക്വയറിയിൽ ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഡോക്ടർ പറഞ്ഞ അധികൃതർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ചേർന്നും അറിഞ്ഞും സംസാരിച്ചുമൊക്കെയാണ് ഇത് ചെയ്തിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത്രയും ഗുരുതരമായ ഒരു ആരോപണം, അങ്ങനെ നടക്കാത്തൊരു കാര്യം എങ്ങനെയാണ് മുന്നോട്ട് വെക്കുക? അവിടെ വരുന്ന നൂറുകണക്കിന് ആളുകളിലെ ഇപ്പോഴും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുന്ന ആളുകൾ എല്ലാവരും ഇതിന് ഇരയാവുകയോ അല്ലെങ്കിൽ ഈ ഇത് നടക്കാൻ വേണ്ടി കൃത്യസമയത്ത് ശസ്ത്രക്രിയകൾ നടക്കാൻ വേണ്ടി പണം പിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ സാക്ഷികളാക്കിക്കൊണ്ടല്ലേ ഡോക്ടർ അങ്ങനെ ഒരു കാര്യം പറയുന്നത്? ഇല്ലാത്ത ഒരു കാര്യം സർക്കാരിനെതിരെ പറയുന്ന ഒരാൾ എന്ന നിലയ്ക്കായിരിക്കും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുക. മാധു, അതാണ് ഞാൻ പറയുന്നത്. അന്ന് നിങ്ങൾ ഈ വിഷയം നടക്കുന്ന സമയത്ത് സാധാരണക്കാരായ രോഗികളുടെ എല്ലാം ബൈറ്റുകൾ നിങ്ങൾ എടുത്തവരാണ്, ഇല്ലേ? നിങ്ങൾ രാവിലെ ആ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് 240 മേലെ രോഗികൾ ഇന്ന് ശസ്ത്രക്രിയക്ക്, ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് 240 പേര് നിൽപ്പുണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ട ഉപകരണങ്ങളില്ലാതെ അവർക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ല. ഇതിൽ പല ആൾക്കാരും കയ്യിൽ നിന്ന് പണം ഒപ്പിച്ച് ചിലപ്പോൾ അവിടെ ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊള്ളപ്പലിശയ്ക്ക് പണമെടുത്തു പോകും, ചിലർ മരിച്ചു പോകും. അതല്ലേ സാഹചര്യം? ഡയാലിസിസ് പേഷ്യന്റിന് ചെയ്യാനായിട്ട് അവർക്ക് അതുപോലെ സൗകര്യം. മാതൃഭൂമിയല്ലേ റിപ്പോർട്ട് ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജിൽ 18 സർജന്മാർ വേണ്ടെടുത്ത് 10 പേരെ 8 പേരെ ഉള്ളൂ എന്നുള്ള റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി തന്നെയല്ലേ? കേരളത്തിന്റെ ആരോഗ്യ രംഗം മുഴുവൻ ഇന്ന് വെന്റിലേറ്ററിലാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഞങ്ങൾ ആ പ്രശ്നങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങ് പറയുന്ന CHകളൊന്നും ഒരു ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ലെന്നേ. നിങ്ങൾ പേരിന് ബ്ലോക്ക് തല ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ആർദ്രം മിഷന്റെ പേരിൽ എത്ര ഡോക്ടർമാരെ നിയമിച്ചെന്ന് പ്രകാശ് മാഷ്ക്ക് പറയാമോ? ആർദ്രം മിഷന്റെ പേരിൽ കേരളത്തിലെ പല ആശുപത്രികളിലും നിങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. എത്ര ഡോക്ടർമാരെ നിയമിച്ചു? നിങ്ങൾ CHകളുടെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് നിയമിക്കേണ്ട ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചിട്ടില്ല. കേരളത്തിൽ ഇന്ന് മനുഷ്യർ വിലക്കയറ്റം കൊണ്ടും മറ്റും പറഞ്ഞു സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ എണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾ നേട്ടം പറയരുത്. ആ ചെല്ലുന്ന മനുഷ്യർക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മറുപടി പറയാൻ സമയം വേണമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. ഈ HDSന്റെ മീറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് അങ്ങ് മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഈ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നത് അങ്ങ് തന്നെയാണ്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡോക്ടർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണോ? അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒപ്പം ആരോപണങ്ങൾക്കുള്ള മറുപടിയും. ഞാൻ ആദ്യം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞങ്ങോട്ടേക്ക് വരാം. ഇവിടെ വലിയ ഗംഭീരമായ UDF ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്താണ് ഗവർണർ കേരളത്തിലെ പൊതു ആശുപത്രിയിൽ മരിച്ചു വീണത്. ഇവിടെ മന്ത്രി ശങ്കരന് മുട്ടിന് പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രി പൊതുവിൽ ന്യായീകരണമായിട്ട് പറഞ്ഞത് എൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ കേരളത്തിലാകെ 5 കൊല്ലക്കാലം കൊണ്ട് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യരംഗത്ത് ചെലവഴിച്ച സംഖ്യ 663 കോടിയാണ്. മികച്ച കാലം. ഇപ്രാവശ്യം ഇവിടെ LDFന്റെ ഗവൺമെൻറ്, രണ്ടാമത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം വെറും 3 കൊല്ലക്കാലം കൂടി ചെലവഴിച്ചത് 4400 കോടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് വൃക്ക ശസ്ത്രക്രിയ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗവൺമെൻറ് ആശുപത്രികളിൽ എവിടെയെങ്കിലും മസ്തിഷ്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിട്ടുണ്ടോ? അവയവ മാറ്റിവെക്കൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം കൊണ്ടുവന്നത് LDFന്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ കാലത്ത് അവിടെ ആശുപത്രി വന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ആളുകൾ ആശുപത്രിയിലേക്ക് വരുന്നു. എന്തുകൊണ്ട്? അവിടെ ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും എത്തുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 10,000-കണക്കിന് ആളുകൾ ഈ ആശുപത്രിയിലേക്ക് വരുന്നു. കാരണം സാധാരണക്കാർക്ക് അവിടെ ചികിത്സയുണ്ട്, അവിടെ സ്പെഷ്യാലിറ്റി ചികിത്സയുണ്ട്, ആശുപത്രി സൗകര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം മെച്ചപ്പെട്ട ആരോഗ്യരംഗം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് ആരാ പറയുന്നത്? പക്ഷെ ശരിയാണ്. പക്ഷേ ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ഇടാൻ പോകുന്നുണ്ടോ? അന്ന് ശരിയാണ്, ഗവർണറുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പോകുന്നുണ്ടോ ഈ സർക്കാരിന്റെ കാലത്ത്? അല്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിസഭയിലുള്ള അംഗങ്ങളടക്കം, മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നില്ല, അദ്ദേഹം ഒരു വിദഗ്ധ ചികിത്സ തേടി പുറത്തു പോയതാണ്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത്. എന്റെ അടുത്ത് കണക്കടക്കമുണ്ട്. പക്ഷേ വെല്ലുവിളിക്കരുത്. ബാക്കി എല്ലാവരും കേരളത്തിനെ ചികിത്സിക്കുന്നേ അല്ല വെല്ലുവിളിച്ചോണ്ട് ഞാൻ പറയുന്നത്. ശരി,
തദ്ദേശ മന്ത്രി എം.പി. രാജേഷും ഭാര്യയും ചികിത്സയ്ക്ക് എത്തിയത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയാണ്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഭാര്യയും ചികിത്സയ്ക്ക് എത്തിയത് കൊച്ചി. ഞാൻ പറയട്ടെ, അല്ലല്ല മാഷിന് വെല്ലുവിളിച്ചല്ലേ പറയാന്നേ, പറഞ്ഞിട്ട് പോകുന്നേ. നിങ്ങൾ പറയരുത്, നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളും 2-3 പേരും ഗവൺമെന്റിനെ പറയുക, ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇടപെടുക, അത് അനുവദിക്കാൻ പറ്റില്ല. ശരി മാഷ്, നിങ്ങൾ ഗവൺമെന്റിനെ പറയുക, അതുപോലെ തന്നെ നിങ്ങൾ 2-3 ആളുകളെ ഗവൺമെന്റിനെ പറയുക കൊണ്ടുവരിക, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുക, അത് പറ്റില്ല. ഞാൻ ചൂണ്ടി പറയട്ടെ, നിങ്ങൾക്ക് ഗവൺമെന്റിനെ ചിന്തിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കാര്യങ്ങൾ കേൾക്കുന്ന BJP-കാരൻ, ഈ കാര്യങ്ങൾ കേൾക്കുന്ന സാധാരണക്കാരായ കോൺഗ്രസ്സുകാരൻ, അവൻ പറയും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 10 ഇരട്ടി കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അവരാരും പൊതു ആശുപത്രി പോകാറില്ല, ഇപ്പൊ എല്ലാവരും പോകുന്നത് പൊതു ആശുപത്രിയിലാണ്. കാരണം അവിടെ ചികിത്സയുണ്ട്, അവിടെ ഡോക്ടറുണ്ട്, കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്, എല്ലാ മെഡിക്കൽ കോളേജിലുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങൾ ആകെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരുപാട് അവാർഡുകൾ കിട്ടുന്നു, അന്താരാഷ്ട്ര രംഗത്തും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുന്നു. വെറുതെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അംഗീകാരം ഇവിടെ പറഞ്ഞല്ലോ. ഐക്യരാഷ്ട്രസഭ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നിതി ആയോഗ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എത്ര അവാർഡുകൾ കൊടുത്തു കേരളത്തിന്? അതിൽ വെറുതെ കിട്ടുന്നതാണോ? നിങ്ങൾക്ക് ജാള്യത ഉണ്ടാവും. എന്തുകൊണ്ടെന്നറിയോ? ആരോഗ്യരംഗത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഉമ്മൻചാണ്ടി പോയി 2016. ആ മേഖലയെ നവീകരിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ്, സാധാരണക്കാർക്ക് സ്വീകാര്യമായ മേഖലയാക്കി മാറ്റിയിരിക്കുന്ന ഈ ഗവൺമെന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലക്കകത്ത് മാറ്റങ്ങൾക്ക് ഈ കേരളത്തിൽ, ഇന്ത്യയിൽ സമാനതകളില്ല. ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ മാഷ് ഇത്തിരി ക്ഷുഭിതനായി. മാഷ് ക്ഷുഭിതനാവുന്ന സമയത്ത് ഞാൻ അതിനുള്ള പേടി കൊണ്ടല്ല, എനിക്ക് അങ്ങോട്ടുള്ള ബഹുമാനം കൊണ്ട് അങ്ങ് പൂർത്തീകരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇനി ഞാൻ പറയട്ടെ മാഷേ, അതല്ലേ ഒരു രീതി, അതല്ലേ ഒരു രീതി. അല്ല, എനിക്ക് ബഹുമാനം ഉണ്ട് മാഷോട്, എനിക്ക് ബഹുമാനം ഉണ്ട് മാഷോട്. അത് അങ്ങനെ വെച്ചോളൂ. ഈ 3 പേരും ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? എങ്ങനെ മാഷ് ശരിയാവാ? ഞാനൊരു കാര്യം പറയട്ടെ, മാഷ് പറയുന്നു ഞാൻ സർക്കാർ, ഞാനും കൂടെ പറയട്ടെ മാഷേ, സ്വകാര്യ ആരോഗ്യ മേഖലക്ക് വേണ്ടിയാണ്. ഞാനും കൂടെ പറയട്ടെ മാഷേ, കോൺഗ്രസ്സുകാരനും കമ്മിറ്റിക്കാരനും നിങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ ലോബിക്ക് വേണ്ടിയാണ്. കോടികൾ ലാഭം ചെയ്യുന്ന ലോബിക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയല്ല. സാധാരണക്കാർക്ക് വലിയ മുന്നേറ്റം. നിങ്ങൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനം മോശം സ്ഥാപിക്കണം, എന്നിട്ട് എല്ലാവരെയും സ്വകാര്യ മേഖലയിലേക്ക് എത്തിക്കണം. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് പ്രകാശ് മാഷിന് അറിയാം. നിങ്ങൾ 3 പേരെ കൊണ്ടുവന്ന് മാധു, നിങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമമാണെങ്കിലേ നിങ്ങൾ എനിക്കെതിരെ സംസാരിക്കാൻ ഒരാളെ കൊണ്ടുവന്നാ പോരെ? പരിമിതിയാണത്. എനിക്കെതിരെ സംസാരിക്കാൻ അല്ലല്ല, ഒരു മിനിറ്റ്, എനിക്ക് പറയാനുണ്ട്. മറ്റു പാനലിസ്റ്റുകൾ ഒന്ന് സഹകരിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്താണ് പറയാൻ പോകുന്നത് അറിയാവുന്നതിന്റെ പേരിലാണ് ഇത്രയും നേരം കൊണ്ടുപോയത്. 1 മണിക്കൂർ ചർച്ചയിൽ 1 മണിക്കൂർ ചർച്ചയിൽ 1/2 മണിക്കൂർ ഗവൺമെന്റിന് വേണ്ടിയും 1/2 മണിക്കൂർ ഗവൺമെന്റ് വിരുദ്ധമായിട്ട് സംസാരിച്ചോട്ടെ. ജനാധിപത്യമാണ്, ഞാൻ സമ്മതിക്കും. 3 പേര് ഗവൺമെന്റ് വിരുദ്ധമാരെ കൊണ്ടുവന്നിരിക്കാനുണ്ട്. ഏകപക്ഷീയമായി എനിക്കറിയാം മാഷ് പൊതുവേദികളിലൊക്കെ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കും. പക്ഷെ മാഷ് കുറെ നേരമായി, പ്രേക്ഷകരും കാണുന്നുണ്ട്, കുറെ നേരമായി ഏകപക്ഷീയമായി സംസാരിച്ചുകൊണ്ട് പോവാണ്. കാരണം മാഷിക്ക് ഇത് നിർത്താൻ പരിമിതിയുണ്ട്. നിർത്തിയാൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് മാഷിക്ക് കൃത്യമായി അറിയാം. ഞാൻ അങ്ങ് ഗവർണർ അടക്കം, അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അത് ഉണ്ടായത് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് പ്രേക്ഷകർ കാണും, ഇത് കാണും കേട്ടോ, ഇത് കാണും. അതുകൊണ്ട് മാഷ് എന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണം. പക്ഷേ ഞാൻ മാഷോട് അപേക്ഷിക്കുള്ളൂ കേട്ടോ, ഞാൻ അപേക്ഷിക്കുള്ളൂ. മാഷക്ക് നിർത്താൻ പേടിയാണെന്ന് പറയും നാട്ടുകാർ കേട്ടോ. ശരി, അപ്പോ ഞാൻ അത് ഗവർണർ മരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായതാണ്, കേരളത്തിൽ വലിയ ചർച്ചയായതാണ്, വലിയ വിമർശനം ഉണ്ടായതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു മാഷോട്, അപ്പൊ നമ്മുടെ ഭരണകാലത്ത് നമ്മുടെ മന്ത്രിമാരൊക്കെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയാണോ പോകുന്നത്? എല്ലാ മന്ത്രിമാരും അതെ, മുഖ്യമന്ത്രി അടക്കമാക്കി എല്ലാവരും അതെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മന്ത്രിമാരുടെ പേര് പറയാൻ തുടങ്ങിയപ്പോഴാണ് മാഷ് ആദ്യ ദീർഘമായി പിന്നീട് ഇടപെട്ട് പോയത്. അത് തദ്ദേശ മന്ത്രി എം.പി. രാജേഷ്, വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അങ്ങനെ മന്ത്രിമാരുടെ ഒരു ലിസ്റ്റ്, മന്ത്രിമാരുടെ കുടുംബം അടക്കമൊന്നും ഞാൻ പറയുന്നില്ല. ശരി, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും അനുവദിക്കപ്പെട്ട
സർക്കാരിന്റെ രേഖകളാണ് കൊച്ചിയിലെ 2 സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടാണ് ഈ 2 കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടാൻ പാടില്ല എന്നില്ല. പക്ഷേ നമ്മൾ എല്ലാവരും സർക്കാർ ആശുപത്രികളിലാണ് പോകുന്നത്. ഇവിടെയാണ് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ടാവരുത്. മന്ത്രിമാർക്ക് നല്ല ആരോഗ്യം നമ്മുടെ അവകാശമാണ്, നമ്മളെ നയിക്കുന്നവരാണ്. പക്ഷേ അപ്പോൾ പറയരുത് ഏറ്റവും മികച്ച ചികിത്സ കേരളത്തിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളാണ് എന്ന് പറഞ്ഞിട്ടാവരുത് എന്നേ പറഞ്ഞുള്ളൂ. ശ്രീ വിവരാശങ്കർ. പക്ഷേ ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നില്ല. പരാജയപ്പെട്ടവൻ്റെ പരിഭ്രാന്തിയാണ് ഞാൻ കഴിഞ്ഞ കുറേ സമയം കൊണ്ട് കേൾക്കുന്നത്. അതായത് വോയിസ് ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ പരാജയങ്ങൾ ജനങ്ങൾ അറിയുമോ എന്നുള്ളത്. അങ്ങ് ഓപ്പൺ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ അത് പറഞ്ഞു നിർത്തിയത്, തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ HDS മീറ്റിംഗ് വിളിക്കാത്തത്, HDS മീറ്റിംഗ് വിളിച്ചാൽ അതിൽ പോകുന്ന CPM ഇതര രാഷ്ട്രീയ പാർട്ടി, BJPയുടെ പ്രതിനിധി ഉണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. അവർ ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്തു. ഞാൻ പറഞ്ഞു ചോദിക്കാം. അല്ലല്ല, വേറൊരാളോട് മാഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വഴങ്ങിത്തരാം. ഞാൻ ഈ പോയിന്റ് കംപ്ലീറ്റ് ചെയ്ത് വഴങ്ങിത്തരാം. അതായത് അവിടുത്തെ ഫണ്ട് അലോക്കേഷൻ, അവിടുത്തെ പർച്ചേസ്, അവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റി, ഇതൊക്കെ എക്സ്പെർട്ട് കമ്മിറ്റി വെച്ച് അന്വേഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ HDS മെമ്പേഴ്സ് അവിടുത്തെ മിനിറ്റ്സ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചെയ്യാതെ നിങ്ങൾക്ക് മുമ്പോട്ട് സാധിക്കില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുവാനുള്ള കമ്മീഷൻ ലഭിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് HDS മീറ്റിംഗ് തന്നെ വേണ്ടാന്ന് വെച്ചു. മാസത്തിലൊരിക്കൽ HDS മീറ്റിംഗ് കൂടി ചർച്ച ചെയ്ത് കളക്ടറുടെ സാന്നിധ്യത്തിൽ മിനിറ്റ്സ് രേഖപ്പെടുത്തിയാണ് ദൈനംദിനം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കാനുള്ളത്. 2 വർഷമായി എല്ലാ പ്രേക്ഷകരും കേൾക്കണം, 2 വർഷമായി കച്ചവടം നടത്തുവാനുള്ള സൗകര്യത്തിനായിട്ട് HDS മീറ്റിംഗ് പോലും തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വിളിച്ചിട്ടില്ല. അവിടെ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയോട് തിരുവനന്തപുരം CPM ഞാൻ പറയട്ടെ മാഷെ, കംപ്ലീറ്റ് ചെയ്തോ. ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ വഴങ്ങില്ല. തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറിയോട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതെങ്കിലും തസ്തികയിലേക്ക് സഖാക്കന്മാരുണ്ടോ എന്ന് ലെറ്റർ എഴുതി ചോദിച്ചിട്ട് ആ ലെറ്റർ ഞാനാണ് എഴുതിയെന്ന് സമ്മതിച്ച് രാജിവെക്കേണ്ടി വന്ന ഒരു കൗൺസിലർ ഉണ്ടല്ലോ, സ്ഥാനം രാജിവെക്കേണ്ടത്. അദ്ദേഹവും മന്ത്രിയും ഉൾപ്പെടുന്ന ഒരു കച്ചവട സംഘമാണ്. മാധു, ഇനി പ്രകാശ് മാഷ് പറഞ്ഞ ഒറ്റ കാര്യം കൂടി, അങ്ങ് സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന കാര്യം പറഞ്ഞു. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും ഉൾപ്പെടെ 2 മെഡിക്കൽ കോളേജുകൾ ഇത്രയും തകർന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം, പ്രത്യേകിച്ച് ഈ 5 വർഷം കൊണ്ട് ഈ തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ആശുപത്രികൾ. പെട്ടിക്കട പോലെയുള്ള കൊച്ചു കൊച്ചു ക്ലിനിക്കുകൾ നടത്തിക്കൊണ്ടിരുന്ന കുത്തക മുതലാളിമാർ തിരുവനന്തപുരത്ത്, ഞാൻ ഒരു ആശുപത്രിയുടെ പേര് പറയുന്നില്ല കാരണം പലരും ചികിത്സയ്ക്ക് പോവുകയാണ്, തിരുവനന്തപുരത്ത് കൂണുകൾ പോലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ മുളച്ചു വരുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും. ഈ 2 മെഡിക്കൽ കോളേജും തകർന്നതോടെ ഇവിടെ പോയി കഴിഞ്ഞാൽ ജീവൻ അപകടമാണെന്ന് സാധാരണക്കാർ മനസ്സിലാക്കിക്കൊണ്ട് അവൻ കെട്ടുതാലി പണയം വെച്ചിട്ടായാലും ഈ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളെ ഒരു ഭാഗത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ അങ്ങനെയല്ല എന്ന് പറയുകയുണ്ടായി. അത് വലിയ തോതിൽ ഇടത് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ കുറച്ച് പേരുടെ പേരുകളുണ്ട്. അത് മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി ആർ ബിന്ദു, മുൻ മന്ത്രി ആന്റണി രാജു തുടങ്ങിയവർ കൂടി ആ പട്ടികയിലുണ്ട്. അതെ, സ്വകാര്യ ആശുപത്രി പോയോണ്ടാണ് എന്റെ ജീവൻ കിട്ടിയത് സജി ചെറിയാൻ പറഞ്ഞില്ല മാഷേ. ശരി, LDF കൺവീനർ അതിന് വിരുദ്ധമായ അഭിപ്രായം പറയണ്ട. അപ്പൊ ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ മന്ത്രിസഭയിലുള്ളവർക്കും അടക്കമുണ്ട്. ഏറ്റവും മികച്ചത് നമ്മുടേതാണെന്ന് അവകാശപ്പെടുമ്പോൾ അത് നമ്മുടെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്കും കൂടി ആ മികച്ചത് കൊടുക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ശ്രീ ആന്റണി രാജു, ക്ഷമിക്കണം, ശ്രീ രാജു പി നായർ. ശ്രീ രാജു പി നായർ, ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കാർ വകുപ്പിലുള്ള ഡോക്ടർ ഇങ്ങനെ തുറന്നു പറയുക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത കത്ത് ഉണ്ട്. അദ്ദേഹം തുടർച്ചയായി ഈ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല എന്നൊരു കുറ്റപത്രം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അദ്ദേഹം കൊടുത്ത കത്തിന്റെ അടക്കം വിവരങ്ങൾ പുറത്തു വന്നു. അദ്ദേഹം മന്ത്രി ഓഫീസിൽ നേരിട്ട് പോയി അറിയിച്ചു എന്ന് പറയുന്നു. അതിനെ മന്ത്രി പോലും തള്ളി പറഞ്ഞിട്ടില്ല. മന്ത്രിയുടെ PA അടക്കമുള്ളവർ അതിൽ ഇടപെട്ടു എന്ന് പറയുന്നു. എന്നിട്ടും നടക്കാത്ത, മന്ത്രി ഓഫീസ് എന്ന് പറഞ്ഞാൽ പോലും ചലിക്കാത്തൊരു സംവിധാനമായി HDS അവിടെ തുടരുന്നു എന്ന കാര്യം കൂടെ നമ്മുടെ മുന്നിലേക്ക് വരാൻ മാത്രമാണ് അത് ഉപകരിച്ചത്. മാധു, ഈ ജനകീയ പ്രശ്നങ്ങളോടും ഈ സർക്കാരിൻ്റെ പരാജയങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ വളരെ വിശദമായിട്ട് ഇത് സംബന്ധിച്ച്, ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് കൃത്യമായി ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നല്ലോ. അന്ന് ഈ പറയുന്ന കാര്യങ്ങളിൽ രാഷ്ട്രീയ ദുഷ്ടലാക്ക് കാണാതെ അല്ലെങ്കിൽ ഗൂഢാലോചന കാണാതെ ഭയത്തിൻ്റെ പേരിൽ ഈ വിമർശനങ്ങളെല്ലാം ഞങ്ങളെ അട്ടിമറിക്കാൻ ആരോ വരുന്നുവെന്ന് ചിന്തിക്കാതെ അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഈ സർക്കാർ അന്വേഷിച്ചിരുന്നെങ്കിൽ ഡോക്ടർ ഹാരിസിന് പുറത്തു വന്ന് പറയേണ്ടി വരുമായിരുന്നോ?
ഈ സർക്കാർ ഇത്രമാത്രം പ്രതിരോധത്തിലാവും? നിയമസഭയ്ക്കകത്ത് അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ. KMSEL കൊടുക്കാനുള്ള ആയിരക്കണക്കിന് കോടി രൂപ കൊടുക്കാത്തത് കൊണ്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭിക്കുന്നില്ല. ആ മരുന്ന് ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ, അവർക്ക് പണം ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ അവർക്ക് 30% പണം കൂട്ടിവെക്കുന്നു. അങ്ങനെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്തതിനെ സംബന്ധിച്ചും സർക്കാർ ആശുപത്രികളുടെ ദയനീയ സാഹചര്യത്തെ സംബന്ധിച്ചും വളരെ വിശദമായിട്ട് ഇത് രാഷ്ട്രീയ നേതൃത്വം തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള തട്ടിപ്പ് നടത്തുകയും അഴിമതി നടത്തുകയും മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് മുന്നോട്ട് പോയാൽ ആ വിമർശനങ്ങളെ മുഴുവൻ ഇവർ തള്ളിക്കളഞ്ഞു. ആ വിമർശനങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് സാധാരണ മനുഷ്യരുടെ ജീവന്റെ വില അതിന് വന്നപ്പോൾ അതിൽ മനസ്സു നൊന്ത, അതിൽ വലിയ രീതിയിൽ വികാരവായ്പോടുകൂടി ആ കാര്യം ഉന്നയിച്ച ഡോക്ടർ ഹാരിസ്, ആ ഡോക്ടർ ഹാരിസിനേക്ക് ആദ്യം ഇവർ ചെയ്തത് പോലീസിനെ അയക്കുകയല്ലേ ചെയ്തത് വീട്ടിലേക്ക്. ഏത് അഴിമതി കേസിൽ പ്രതിയായിട്ടാണ്, ഏത് കുറ്റത്തിൽ പ്രതിയായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് ചെയ്യുന്നത്? കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വിളിച്ചിരുത്തി എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഞങ്ങൾ അന്വേഷിക്കാം, ഞങ്ങളത് പരിഹരിക്കാമെന്ന് ആ ഉദ്യോഗസ്ഥന്റെ അടുത്ത് പറയുന്നതിന് പകരം പോലീസിനെ അയച്ചു. പിറ്റേ ദിവസം ജനങ്ങൾ മുഴുവൻ എതിരാണ് എന്ന് കണ്ടപ്പോൾ അതിൽ മാറ്റം വരുത്തി. അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഈ ഡോക്ടർ ഹാരിസിനെ, ഇത്രമാത്രം ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ഒരു മാന്യനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ സൈബർ കൂട്ടങ്ങൾക്കും ഈ CPM-നും വലിച്ചു കീറാൻ വേണ്ടി ഇട്ടുകൊടുത്തത്? പോയതുകൊണ്ട് മാത്രം പിന്നീട് പ്രതിരോധത്തിലേക്കായി പോവുകയാണ് ചെയ്തത്. ആശുപത്രി ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ സമിതി റിപ്പോർട്ടിലെ പരാമർശത്തിൽ ഡോക്ടറുടെ പ്രതികരണം കാണാം. ബഹുമാനോട് മന്ത്രി എന്നെ പറ്റി അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് എന്നെ വിമർശിച്ചിട്ടോ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ മാഡത്തിന് എന്നെ നന്നായിട്ട് അറിയാം. മാഡമാണ് എന്നെ കോട്ടയത്ത് വർക്ക് ചെയ്തിരുന്നപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഞാൻ റിക്വസ്റ്റ് പോലും കൊടുക്കാതെ എന്നെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ തന്ന് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് മെച്ചപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചത്. മാഡം എനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നുണ്ട്. മാഡം ഒരു ഡോക്ടറുടെ അവരുടെ സ്വന്തം ഉപകരണങ്ങൾ കൊണ്ടുവച്ച് ചെയ്തതാണ്. അതിനകത്ത് നമുക്കങ്ങനെ സ്വന്തം ഉപകരണങ്ങൾ കൊണ്ടുവന്ന് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. നമുക്കങ്ങനെ സ്വന്തമായിട്ട് അത് വാങ്ങിക്കാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉള്ളവർക്കാണെങ്കിൽ ഒരു സ്വന്തം ഉപകരണം എമർജൻസി സിറ്റുവേഷനിൽ വേണമെങ്കിൽ വാങ്ങിച്ച് ചെയ്യാം. അത് ഇപ്പം നമുക്ക് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിന് അങ്ങനെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ സാധാരണ ഞാനൊക്കെ ഓപ്പറേഷൻ ചെയ്തത്. എൻ്റെ കയ്യിൽ അങ്ങനെ പേഴ്സണൽ സാധനങ്ങളൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സാധനങ്ങളാണ്. അത് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അത് അവർക്ക് മാത്രമുള്ള സാധനങ്ങളാണ്. അത് മറ്റുള്ളവർക്കത് ഹാൻഡ് ഓവർ ചെയ്യുകയില്ല. ശ്രീ അഞ്ചൽ ജോബ്, ഡോക്ടർ ഹാരിസ് ചിറക്കൽ അന്നും പറഞ്ഞത് അദ്ദേഹത്തിന് സർക്കാരിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം മന്ത്രിയെ അടക്കമുള്ളവരെ കുറിച്ച് പറയുന്നത് ഈ വാക്കുകൾ തന്നെയാണ്. സർക്കാർ ഒരു പ്രതികാര നടപടിയിലേക്ക് പോകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സർക്കാർ പ്രതികാര നടപടിയിലേക്ക് പോയാൽ സർക്കാരിന് ഒരുപാട് ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ എതിർപ്പുണ്ടാവേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും പ്രതികാര നടപടിയിലേക്ക് പോകത്തില്ല. പിന്നെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഈ സത്യം പറയുന്നവനെ എതിർചേരിയായിട്ട് കണക്കാക്കി അവൻ തൊട്ടുകൂടാത്തവനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമൊന്നും അല്ല ഇപ്പോൾ. അതാദ്യം മനസ്സിലാക്കണം. അവിടുത്തെ എന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവിടെ HDS മെമ്പറാക്കിയിരിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, നിലപാടുള്ളതായിരിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത്. അത് സർക്കാരിനോ മന്ത്രിക്കോ പാർട്ടിക്കോ ഒന്നും എതിരല്ല. സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇടതു സഹയാത്രികനായിരുന്ന ഈ ഡോക്ടർ സത്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തലോടി അപ്രിഷ്യേറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടന്നല്ലോ. അതിനുശേഷം ഇല്ല ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ എന്ന് പറയുന്ന നാടകത്തിലെ രാജാവിനെതിരെ പ്രസംഗിച്ചുകൊണ്ടല്ലോ ഇപ്പം നടക്കുന്നത്. അദ്ദേഹത്തെ നല്ലതായി ചിത്രീകരിച്ച് അദ്ദേഹം നല്ലതാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയല്ലേ. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പ്, അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവിടെ നടന്ന സംഭവങ്ങൾ ഇതിനും അപ്പുറവുമാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും ഇതിനപ്പുറമാണ്. അതുകൊണ്ട് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി അവിടെ എന്തെല്ലാം ഉപകരണങ്ങൾ ആരൊക്കെയാണ് കൊടുക്കേണ്ടത്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, കമ്മീഷൻ വാങ്ങുന്ന ആരാണ്, കമ്മീഷൻ എവിടെ നിന്ന് കിട്ടുന്നു, കമ്മീഷൻ ഇല്ലാത്ത ഉപകരണങ്ങൾ എത്ര മേടിക്കുന്നു, ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം. HDSന്റെ സാമ്പത്തിക പരിമിതി അടക്കമുള്ളവ അവസാനിപ്പിക്കണം, കൂടുതൽ പർച്ചേസിംഗ് സ്വാതന്ത്ര്യം നൽകണമെന്ന് അടക്കമുള്ള നല്ല നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അതിനൊപ്പം തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. അറിയാവുന്നതാണ്. സാധാരണ ഒരു ഡോക്ടർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ആശങ്കയല്ല ഈ വിഷയത്തിൽ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹത്തെ ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടതാണ്. അതിനനുസരിച്ചുള്ള നടപടി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പൊതു താല്പര്യം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.